നമസ്കാരം. ഇന്ന് സെയിലിംഗ് കമൻ്ററി ട്രാക്കിങ്ങിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ പ്രൊഫഷണൽസ് ഈ രംഗത്തുള്ളവർ, ഷിപ്പിംഗ് രംഗത്തുള്ളവർ നേരത്തെ തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും. നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ സൈറ്റുകൾ തരുന്ന ചില വിവരങ്ങളാണല്ലോ, ഐക്കൺസ് വെച്ചിട്ടാണ് നമുക്ക് അവയുടെ ദൂരം, ഏത് തീരത്തെത്തി, പോർട്ടിൽ നിന്ന് എത്ര അകലെ കൂടെ സഞ്ചരിക്കുന്നു, തൊട്ടടുത്ത് ഏതൊക്കെ കപ്പലുകളുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുന്നത് ട്രാക്കിംഗ് സൈറ്റുകൾ തരുന്ന ഐക്കൺസ് വെച്ചുകൊണ്ടാണ്. ആ ഐക്കൺസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കപ്പലിൻ്റെ പേരും പോകുന്ന ദൂരവും പോകുന്ന സ്ഥലവും എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവലും എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഡിപ്പാർച്ചറും തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ അത് കൂടാതെ ഒരു പുതിയ വിവരം കൂടി കിട്ടുന്നുണ്ട്, പുതിയ ഒരു ഫീച്ചർ കൂടി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയും. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പ് നമ്മൾ വിമാക്ക് ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതാണ്. അഹോയ് ഗുൽസൺ എന്ന് പറഞ്ഞൊരു പരിപാടി, അന്നത്തെ ഏറ്റവും വലിയ കപ്പൽ MSC ഗുൽസൺ ആണ് ആ കപ്പലിൻ്റെ പേര്. ആ കപ്പൽ നീറ്റിലിറക്കി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വെടിഞ്ഞം പദ്ധതി ഡിലേ ആകുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ശംഖുമുഖം തീരത്ത് ആ കപ്പലിനെ കാണിക്കുന്ന ഒരു പ്രവർത്തനം നടത്തി. സാങ്കേതികമായി അത് വിജയിച്ചില്ല. വിചാരിച്ചതുപോലെ, നമ്മളും മനസ്സിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പ് നൽകിയിരുന്നത് പോലെ അതവിടെ ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ തന്നെയും പരിമിതികൾക്കിടയിൽ ചെറിയ ഒരു ഇമേജ് അവിടെ കാണിക്കാൻ പറ്റി. ഇവിടെ നമ്മളിപ്പോൾ ഓഫീസിലിരുന്ന്, വീട്ടിലിരുന്ന്, ദൂരെ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്കിത് ചെയ്യാമെങ്കിൽ, ഇങ്ങനെ ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്ന് ഐക്കൺസ് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, പുതിയ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അനുസരിച്ച് നമ്മൾ തീരപ്രദേശത്ത് പോയി, കടലിനടുത്ത് പോയി നിന്ന് നമ്മൾ ക്യാമറയിൽ ഇത് കാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്താൽ എത്ര അകലത്ത് കൂടിയാണ് ഈ കപ്പലുകൾ പോകുന്നത് എന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് കിട്ടും. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ശംഖുമുഖം ബീച്ചിൽ, എൻ്റെ വീടിനടുത്താണ്, ശംഖുമുഖം ബീച്ചിൽ പോയി നിന്ന്, കടൽ വളരെ രൂക്ഷമാണ് ഈ സമയത്ത്, അതുകൊണ്ട് തന്നെ എടുക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ പോലും പുതിയൊരു പരീക്ഷണം, പുതിയൊരു അറിവ് പ്രേക്ഷകർക്ക് നൽകുവാൻ വേണ്ടി ഞാനത് എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് കപ്പലുകൾ അങ്ങനെ കിട്ടി. കടലിൽ നിന്ന് തന്നെ വിദൂരതയിൽ നമുക്ക് നെയ്ക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത അകലത്തിൽ, ഏകദേശം 21 നോട്ടിക്കൽ മൈൽ, 25, 20 നോട്ടിക്കൽ മൈൽ എന്നൊക്കെ പറയുമ്പോൾ 10-40 കിലോമീറ്ററോളം അകലെ ഉൾക്കടലിലൂടെ പോകുന്ന കപ്പലും ഈ സൈറ്റ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലൂടെ നമുക്ക് കാണിച്ചു. അതിൽ ഒരു കപ്പൽ, ആദ്യത്തെ 3-4 കപ്പലുണ്ട്, ചിപ്പോൾ ചാങ്ജിയാങ് ജനറൽ കാർഗോ വെസലാണ്. മുംബൈയിൽ നിന്ന് വിയറ്റ്നാമിലെ ഒരു പോർട്ടിലേക്ക് പോകുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി 21 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്, ട്രാക്കിംഗ് സൈറ്റ് അത് 31.9 നോട്ടിക്കൽ മൈലായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇനി അത് പഠിക്കണം. എന്തുകൊണ്ടാണ് ഒരേ സൈറ്റ് തന്നെ 2 അകലങ്ങൾ നൽകുന്നതെന്ന് ഇനിയും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കപ്പൽ മേഴ്സ്ക് നഖാല, അത് കണ്ടെയ്നർ വെസലാണ്. JNPTയിൽ നിന്ന് കൊളംബോയിലോട്ട് പോകുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ട്രാക്കിംഗ് സൈറ്റ് തരുന്നത് 30.2 നോട്ടിക്കൽ മൈൽ അകലെ എന്നാണ്. പക്ഷേ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ അത് 9.3 നോട്ടിക്കൽ മൈലായിട്ടാണ് കാണിച്ചത്. TS ഡാലിയൻ, എഗെയിൻ കണ്ടെയ്നർ വെസലാണ്, സിംഗപ്പൂരിൽ നിന്ന് JNPTയിലോട്ട് പോകുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ 25 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞത്, ട്രാക്കിംഗ് സൈറ്റ് അത് 34 നോട്ടിക്കൽ മൈലായിട്ട് കാണിക്കുന്നു. MSC ഐറ, നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്ന ഒരു കപ്പലാണ് MSC ഐറ. അത് കണ്ടെയ്നർ വെസലാണ്, കൊളംബോയിൽ നിന്ന് മംഗലാപുരത്തോട്ട് പോവുകയാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ 20 നോട്ടിക്കൽ മൈൽ കാണിക്കുന്നു. ട്രാക്കിംഗ് സൈറ്റ് 27.6 നോട്ടിക്കൽ മൈൽ കാണിക്കുന്നു. അടുത്തത് നമുക്ക് സുപരിചിതമായ ഒരു കപ്പലാണ് ഇൻ്ററേഷ്യ പ്രോഗ്രസ്. ഇൻ്ററേഷ്യ ഗ്രൂപ്പിൻ്റെയാണ്, കണ്ടെയ്നർ വെസലാണ്. പോർട്ട് ക്ലാങ്ങിൽ നിന്ന് മുണ്ട്രയിലോട്ട് പോകുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി 16 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ട്രാക്കിംഗ് സൈറ്റ് 24.6 നോട്ടിക്കൽ മൈൽ കാണിക്കുന്നു. അടുത്തതൊരു പുതിയ കപ്പലാണ്, ഓറഞ്ച് ഹാർമണി എന്ന ബൾക്ക് കാരിയറാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് ഹസീറയാണെന്ന് തോന്നുന്നു, ഹസീറയിലോട്ട് പോവുകയാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി 20 നോട്ടിക്കൽ മൈൽ കാണിക്കുമ്പോൾ ട്രാക്കിംഗ് സൈറ്റ് 26.2 നോട്ടിക്കൽ മൈൽ. കൂടുതൽ കപ്പലുകൾ ട്രാക്ക് ചെയ്തു, പക്ഷേ രണ്ടിൻ്റെയും പൊരുത്തം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് 6 കപ്പലുകൾ അവതരിപ്പിച്ചത്. എന്തായാലും ഇതൊരു പുതിയ അനുഭവമാണ്. നമ്മൾ കടലിൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട്, തീരപ്രദേശത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അകലത്തിലുള്ള കപ്പലുകളെ പോലും നമുക്ക് അവിടെ ഉണ്ട്, ഇത്ര അകലത്തിൽ കൂടി ആ കപ്പൽ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുതിയ അനുഭവമാണ്. ടെക്നോളജി നൽകുന്ന പുതിയൊരു ആനുകൂല്യമാണ്. ഇതുപോലെ കൂടുതൽ സൗകര്യങ്ങൾ ടെക്നോളജി നമുക്ക് നൽകും. അതെല്ലാം നമ്മുടെ
ഭാവിക്ക് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സെയിലിംഗ് ഇൻവെന്ററിയിൽ അടുത്തത് ഒരു ബിസിനസ് സാധ്യതയാണ്. നമ്മളിപ്പോഴേ ഇതിൻ്റെ ശ്രമം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു എഡ്ജെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാ ബന്ധങ്ങളും കോണ്ടാക്റ്റുകളും നമ്മൾ നോക്കണം. വാട്സാപ്പിൽ കോണ്ടാക്റ്റുകളൊക്കെ തപ്പിയെടുത്ത് നോക്കണം. ഇത് മലേഷ്യയിലുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ മലേഷ്യ എന്ന് പറയുമ്പോൾ അവിടെ പരിസരത്തുള്ള എല്ലാ പോർട്ടുകളെ കുറിച്ചും ആലോചിക്കണം. മലേഷ്യ എന്ന് പറയുന്നത് സിംഗപ്പൂറുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ആളുകളുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇന്ത്യയിലോട്ട് അയക്കാൻ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് ഈ പരസ്യത്തിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടത്. വെറുതെ കേട്ട് വായിച്ചു പോയാൽ നമുക്കങ്ങ് പോകാം. കപ്പൽ വരുമ്പോൾ നമുക്ക് കപ്പലിൻ്റെ കുറച്ച് ഏറ്റവും വലിയ കപ്പലുകളെ കണ്ടു എന്ന് നമുക്ക് വാട്സാപ്പിൽ മത്സരിച്ച് സെൽഫിയും ഫോട്ടോയും ഇടാം. നേരെ മറിച്ച് ഇപ്പോൾ ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കൊരവസരം ചിലപ്പോൾ കിട്ടും. വി ഹാവ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്പേസ് അവൈലബിൾ 10x20 GP. 10 20 ഫീറ്റ് കണ്ടെയ്നറുകൾ, 10 20 ഫീറ്റ് കണ്ടെയ്നറുകൾ. GP എന്ന് പറയുമ്പോൾ ജനറൽ പേർപ്പസ് കണ്ടെയ്നർ എന്നുള്ളതാണ്. ഇപ്പോൾ 10 കണ്ടെയ്നറുണ്ട്, 20 ഫീറ്റിൻ്റെ 10 കണ്ടെയ്നറുണ്ട്. എക്സ് പോർട്ട്ക്ലാങ് ടു നവശേവ ആൻഡ് മുണ്ട്ര. പോർട്ട്ക്ലാങ്ങിൽ നിന്ന് JNPT, മുംബൈയിലെ JNPTയിലോട്ടും മുണ്ട്രയിലോട്ടും പോകുന്ന ഒരു കപ്പലിൽ 10 കണ്ടെയ്നർ കൊണ്ട് അതിനകത്ത് സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്നോ മലേഷ്യയിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഉള്ളവർക്ക് അയക്കണമെങ്കിൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. ഒരുപാട് കപ്പലുകളും ഒരുപാട് കണ്ടെയ്നറുകളും അവൈലബിൾ ആണ്. 10/6/2024 ETA പോർട്ട്ക്ലാങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വേറെ എവിടെ നിന്നോ വരുന്ന കപ്പലാണ്. ആ കപ്പലിൽ ഈ പോർട്ട്ക്ലാങ്ങിൽ വെച്ച് 10 കണ്ടെയ്നർ കയറുന്നുണ്ട്. 10 കണ്ടെയ്നറിൽ ഒരുപക്ഷെ അവർക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവും, കുറച്ച് സ്പേസ് അതിനകത്ത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോഴേ അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തുമാത്രം ഒരു പ്രീ പ്ലാൻഡ് ആണെന്ന് നോക്കണം. അതിൻ്റെ ആവശ്യക്കാരനെ കണ്ടെത്തുവാൻ അവർ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്കെന്തെങ്കിലും സാധനങ്ങൾ കയറ്റിവിടാൻ പറ്റിയാൽ ഒരവസരമാവും, ഒരു ബന്ധമാവും, ഒരല്പം വരുമാനമാകും. അതിനേക്കാൾ ഉപരം നല്ലൊരു ഭാവിയിലേക്കുള്ള ഒരു കൂട്ടുകെട്ടാവും. അതുകൊണ്ട് ഈ അവസരം പരമാവധി സെയിലിംഗ് ഇൻവെന്ററിയുടെ പ്രേക്ഷകർ പരമാവധി ഉപയോഗപ്പെടുത്തണം. വി ഹാവ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്പേസ് അവൈലബിൾ 10x20 feet GP, എക്സ് പോർട്ട്ക്ലാങ് ടു നവശേവ ആൻഡ് മുണ്ട്ര, ETA പോർട്ട്ക്ലാങ് 10/6/2024. All the best. Signing off, Elias John.